ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതുൽ അശോക്. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് 200 ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ കൂട്ടുകാരൻ ബിബിൻ്റെ വണ്ടി ഡെലിവറി ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടത്. അതിപ്പോൾ ഇട്ടിട്ട് ഏകദേശം 1.5 വർഷമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിബിൻ്റെ വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. നമ്മുടെ ബിബിനാണ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആ വണ്ടിയുടെ പോരായ്മകളും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിമുക്കത്ത് അമ്പലത്തിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എൻ്റെ വീട് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇത് ശ്രീബുദ്ധ കോളേജിൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് എൻ്റെ വീട്. ഇനി നമുക്ക് ഡ്യൂക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം. അവൻ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു അന്യായ വ്യൂ തന്നെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ആ ഭാഗമൊക്കെ കരിങ്ങാലിപ്പുഞ്ച എന്ന് പറയും, അറിയായിരിക്കും. നമ്മുടെ മാപ്പിലൊക്കെ കരിങ്ങാലിപ്പുഞ്ച എന്ന് സെർച്ച് ചെയ്താൽ നേരെ ഇവിടെ കൊണ്ടുവരും. ഇത് പള്ളിമുക്കത്ത് അമ്പലം. അപ്പം നമുക്കിനി നമ്മുടെ റിവ്യൂയിലോട്ട് കിടക്കാം. ഇനി നമ്മുടെ വണ്ടിയുടെ റിവ്യൂ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് ബിബിനോട് തന്നെ ചോദിച്ചറിയാം. തികച്ചും ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പം ബിബിനെ എങ്ങനെയാ തുടങ്ങാമെന്നോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200. അപ്പം ബിബിനെ നമ്മുടെ ഈ ഡ്യൂക്ക് 200 എടുത്തിട്ട് എത്ര വർഷമാവുന്നു? നമ്മൾ എടുത്തിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷമായി. ഈ മാർച്ച് ആകുമ്പം 2 വർഷമാവും. ബിബിനപ്പം ഇതിനു മുന്നേ ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനു മുമ്പ് എൻ്റെ NS ആയിരുന്നു, NS 200 ആയിരുന്നു. പക്ഷേ സർവീസ് മോശമായതുകൊണ്ടായിരുന്നു. നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് വണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസിനൊക്കെ കൊണ്ടുപോയി അത് സർവീസ് ഏതാണ്ട് പോരാ. അവരുടെ ബജാജിൻ്റെ സർവീസ് വലിയ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. കംപ്ലൈൻ്റ് ഒക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടും അതൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം പിന്നെ ചേട്ടൻ നാട്ടിൽ വന്നതാണ്, കൊടുത്തായിരുന്നു, വണ്ടി കൊടുത്തു. അപ്പോൾ നമുക്ക് ഓടിക്കാൻ വണ്ടി ഇല്ലാതെ വന്നപ്പോൾ നമ്മളെന്തായാലും സർവീസൊക്കെ KTMൻ്റെ അത്യാവശ്യം നല്ല ഇതായതുകൊണ്ട് നമ്മൾ എടുക്കാമെന്ന് വെച്ച് എടുത്തതാണ്. അപ്പം KTM ബജാജിനെക്കാട്ടി കുറച്ചുകൂടി നല്ല സർവീസാണ് KTMനല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ് കാണുമല്ലോ ഈ വണ്ടിയിൽ, അതെന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഇതെല്ലാം എടുക്കാതിരുന്നത്, നമ്മൾ 250 എടുക്കാനായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ ഫണ്ടിൻ്റെ ഇതുകൊണ്ട് അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫണ്ട് കൂടുതലായതുകൊണ്ട് നമ്മളത് മാറ്റി. പിന്നെ അപ്പം ബിബിൻ ഏകദേശം 1.5 വർഷം കൊണ്ട് ഈ വണ്ടി യൂസ് ചെയ്യണം. അപ്പം ഇത്രയും വർഷം യൂസ് ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ടോ? പിന്നെ നമുക്ക് ഇത്ര വർഷത്തിൽ കംപ്ലൈൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ മാത്രമേ നമുക്ക് ഇതുവരെ വന്നുള്ളൂ. അല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. അത് കേബിള് ടൈറ്റ് ആയിരുന്നു. അത് ഓൾറെഡി വണ്ടികൾക്കൊക്കെ വരുന്നതാണ് കേബിളിൻ്റെ ടൈറ്റ് ഇഷ്യൂ ഒക്കെ. പെട്രോളിൻ്റെ കംപ്ലൈൻറ്റ് വന്നത് അത് നമ്മൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച്, പക്ഷെ അത് ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. വണ്ടി ഭയങ്കര പമ്മലൊക്കെ ആയിരുന്നു. അപ്പം പമ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളത് ഷോറൂമിൽ കാണിച്ച്, അന്നേരം ഷോറൂമിൽ പറഞ്ഞത് പെട്രോളിൻ്റെയാണ്, വെള്ളത്തിൻ്റെ മിക്സ് ഉള്ളതുകൊണ്ട് പമ്മൽ വരുന്നത്. അത് പിന്നെ പെട്രോൾ ഫുള്ള് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രീമിയം അടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പം പ്രീമിയം പെട്രോൾ അടിക്കുന്നത്, അതുകൊണ്ട് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പം KTMൻ്റെ സർവീസിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു പിന്നെ? നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നോ? സർവീസൊക്കെ നല്ല സൂപ്പർ നീറ്റാണ് സർവീസ്. നമുക്ക് ആദ്യം 3 സർവീസ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് നമ്മൾ കൊണ്ടുചെന്നവർ എല്ലാം ഉള്ള ചെക്കിങ്, പിന്നെ വണ്ടി വാഷ് ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 5000 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഓയിലും ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറണമായിരുന്നു. അതിന് വലിയ പൈസയായിട്ട് വലുതായിട്ടൊന്നും വരുന്നില്ല. നമുക്ക് 2000 രൂപയൊക്കെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരത്തുള്ളൂ. ബിബിൻ, അപ്പോൾ എവിടെയാണ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്നത്? നമ്മളെ വണ്ടി എടുത്തത് KTM കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അവിടെ തന്നെയാണോ സർവീസ് ചെയ്യുന്നത്? അവിടെ തന്നെയാണ് നമ്മൾ സർവീസും ചെയ്യുന്നത്. അവിടുത്തെ എല്ലായിടത്തെക്കാട്ടി സർവീസ് അടിപൊളിയാണ്. പിന്നെ നമ്മളിത് എക്സ്ട്രാ നമ്മൾ 2 ലിവർ വെച്ചായിരുന്നു ബ്രേക്കിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലേറ്റർ ഇത് തട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ റേസ് ആവുമായിരുന്നു നമ്മൾ തിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അവരോട് ആ കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ അഴിച്ച് വേറെ ഒരു വാഷറൊക്കെ ഇട്ട് സെറ്റാക്കി തന്നു. അതൊക്കെ അപ്പോൾ സർവീസ് വളരെ സാറ്റിസ്ഫാക്ഷനാണ് സർവീസ് വളരെ KTMൻ്റെ ഭാഗത്തുനിന്നല്ലേ? ബിബിനെ, അപ്പോൾ ഇത് ഏത് വർഷം എടുത്ത വണ്ടിയാണ്? 2023 അല്ലേ? നമ്മളെടുത്തത് 2023 മാർച്ചാണ്. അപ്പോൾ ഈ 2023 മാർച്ചിലെടുത്ത ഈ വണ്ടിയും ഇപ്പോഴത്തെ ഡ്യൂക്ക് 200 തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഇപ്പോഴത്തെ TFT ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ 6 പാക്ക് LED വരുന്നുണ്ട്.
അത് ഈ രണ്ടെണ്ണത്തിലാണ് വ്യത്യാസം. ബാക്കി സ്പെക്കെല്ലാം സെയിമാണ്. എഞ്ചിൻ്റെ സൈഡിൽ എഞ്ചിൻ്റെ സൈഡും അതേ ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തേനുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അണ്ടർവില്ലി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തേന് അണ്ടർവില്ലി ഇല്ല. അതെടുത്ത് മാറ്റിയിട്ട് TFT ഡിസ്പ്ലേ, 6 pack LED ഉണ്ട്. TFT ഡിസ്പ്ലേ ആക്കിയതിൽ മോഡൊക്കെ സെയിം ആണ്. മോഡെല്ലാം ഇതിലും ഉണ്ട്, ആ മോഡ് തന്നെ. പിന്നെ അതേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. നമുക്ക് ഈ വണ്ടിക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഏതാണ്ടൊരു 35 ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ്. ഏകദേശം 35 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് വീണ്ടും പറയുന്നത്. നമ്മളിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ ആയിരുന്നു നമ്മുടെ ഡ്യൂക്ക് 200. അപ്പം ഇത്ര നാൾ അവൻ യൂസ് ചെയ്തിട്ട് അവനത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല, പഴയ NSനെ അപേക്ഷിച്ച്. അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണല്ലോ അത്. 200cc വരുന്ന എൻജിനാ. ഇത് അതിനെക്കാട്ടി നമുക്ക് ഓടിക്കാനാണെങ്കിലും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കൊന്നും വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവന് ഇതേവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല. പിന്നെ സർവീസ് ആണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഇപ്പം? വണ്ടി 12,000 കിലോമീറ്റർ. ഇപ്പം 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പം 12,000 കിലോമീറ്ററിൽ ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും